40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 6ാമത്തെ ആഴ്ചയിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിലെ നമ്മുടെ ധ്യാന വിഷയം ജനനം മുതൽ കുരുടനായിരിക്കുന്ന ഒരുവന് നമ്മുടെ കർത്താവ് സൗഖ്യം നൽകി അവന് കാഴ്ചശക്തി തിരികെ നൽകുന്നതാണല്ലോ. ഈ കുരുടനായ വ്യക്തി ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ല, മനുഷ്യരുടെ മുഖം കണ്ടിട്ടില്ല, സൃഷ്ടിയുടെ സൗന്ദര്യം അനുഭവിച്ചിട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം മുതൽ അവൻ്റെ ജീവിതം മുഴുവനായി മാറിപ്പോവുകയും അവന് സൗഖ്യം ലഭിക്കുകയും അവന് കാഴ്ചശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. യേശു തമ്പുരാൻ അവന് കാഴ്ച മാത്രമല്ല നൽകുന്നത്, യഥാർത്ഥമായ ആന്തരിക സൗഖ്യവും ജീവിത ദർശനവും കൂടിയാണ് നൽകുന്നത്. ജന്മം മുതൽ കുരുടനായവൻ്റെ കണ്ണുകളെ നമ്മുടെ കർത്താവ് തുറന്നു. അതിലും പ്രധാനമായി അവൻ്റെ ആത്മാവിനെ സ്പർശിക്കുകയും ചെയ്തു. അവൻ്റെ ഏറ്റുപറച്ചിൽ വളരെ ശ്രദ്ധേയമാണ്. അവൻ ആദ്യം പറയുന്നത് അവന് സൗഖ്യം നൽകിയത് യേശു എന്നു പേരുള്ള ഒരു മനുഷ്യനാണെന്നാണ്. പിന്നീട് അവൻ പറയുന്നു അവൻ ഒരു പ്രവാചകനാണെന്നും അവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു എന്നും. അവസാനം അവൻ യേശുവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് വീണുകൊണ്ട് കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്തു. എന്നാൽ ഇവിടെ കണ്ണുണ്ടായിട്ടും ദൈവിക ദർശനം നഷ്ടപ്പെട്ടവരെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത്, കാണുന്നവർ കാണുന്നു എന്ന് കരുതുന്നവർ കുരുടരാകും. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇപ്രകാരമാണ്. ശാരീരികമായ കാഴ്ചയെക്കുറിച്ചല്ല, ആത്മീയമായ കാഴ്ച നഷ്ടപ്പെട്ടവരാണ് നാം ഏവരും. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം ഇതിനകം നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്, എത്രമാത്രം കരുതുന്നു എന്ന്. അർഹിക്കാത്ത കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും ദാനങ്ങളും പാപമോചനവും നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം അതിനെ കാണാറില്ല, തിരിച്ചറിയാറില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരാതി പറയുന്നു, സ്വന്തം ജീവിതത്തിൽ ഒരു തൃപ്തിയും അനുഭവിക്കുന്നില്ല, ദൈവം ദൂരെയാണെന്ന് തോന്നുന്നു, നമ്മുടെ ജീവിതം ശൂന്യത കൊണ്ട് നിറച്ചിരിക്കുന്നു. അതൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടില്ലാത്തതിനാലല്ല, മറിച്ച് നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടതിനാലാണ്. അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ടവരാണെങ്കിലും നമ്മൾ കുരുടരെ പോലെ നടക്കുന്നു. ചിലപ്പോഴൊക്കെ നാം പരീക്ഷന്മാരെ പോലെയും ആവുന്നു. നമുക്കെല്ലാം അറിയാമെന്ന് കരുതുന്നു, നാം ശരിയാണെന്ന് കരുതുന്നു, ഞാൻ മാത്രമാണ് ശ്രേഷ്ഠനെന്ന് വിശ്വസിക്കുന്നു. ഇതും ഒരു ആത്മീയ അന്ധതയാണ്. പ്രിയരെ, നാം ദൈവസന്നിധിയിൽ കുരുടരാണെന്ന് ഈ നോമ്പുകാലത്ത് സമ്മതിക്കണം. നമുക്ക് ആത്മീയ അന്ധതയുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മുടെ ഹൃദയം ഇരുണ്ടുപോയി എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മെ സുഖപ്പെടുത്തും, നമ്മളുടെ ഹൃദയ കണ്ണുകളെ അവൻ തുറക്കും. അല്ല എങ്കിൽ അവൻ നൽകുന്ന കൃപയ്ക്ക് നാം വാതിലുകളെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ തുടർന്നുള്ള നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന, അനുതാപം, ഉപവാസം എന്നീ ഔഷധമായ ചെളി കൊണ്ട് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും കാണാതെ പോയ അനുഗ്രഹങ്ങളെ കാണുവാനും നമ്മുടെ സത്യാവസ്ഥ ദർശിക്കുവാനും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുവാനും ഈ നോമ്പ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.